പ്രശ്നം പരിഹാരത്തിന് പുറത്തുള്ളവർ ബന്ധപ്പെട്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സംസ്ഥാന നേതാക്കളിൽ ഇരു വിഭാഗങ്ങളായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടാൻ പുറത്തുള്ള ചില മധ്യസ്ഥ ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല. അതിൻ്റെ ഇടയിൽ ഏകപക്ഷീയമായി ഒരു വിഭാഗം മെമ്പർഷിപ്പ് വിതരണത്തിന് മുതിർന്നിരിക്കുകയാണ്. അത് ഒരു കാരണവശത്താലും ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മറ്റ് ഇതര പ്രസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതയുള്ളതാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പ്രസ്ഥാനം. ഇത് അണികളാൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഒരുപാട് ത്യാഗങ്ങളും വിഷമങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും സഹിച്ച് അണികൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തെ ഒരു വിൽപ്പന നിരക്കാക്കി മാറ്റാൻ വിടുകയില്ല എന്ന് അണികൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഈ വിഭാഗം മെമ്പർഷിപ്പുമായി എല്ലാ ജില്ലകളിലേക്കും വന്നിട്ടുള്ളത്. ആ വരവിന്റെ ഒരു ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ വന്നിരുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാർ വിഭാഗീയതയില്ലാതെ രണ്ടാളും ഒരുമിച്ച് കൂടിയതിനു ശേഷം മെമ്പർഷിപ്പ് കൊടുക്കാം എന്ന് അവിടെ ഉന്നയിക്കാൻ പോയപ്പോൾ അതിന് ഞങ്ങൾക്ക് അവസരം തരികയോ അതിനുള്ളൊരു കാണിക്കാതെ ഞങ്ങളെ ആക്രമിച്ച് പുറത്താക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആയതിനാൽ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് നീങ്ങാനാണ് INL-ന്റെ സാധാരണ പ്രവർത്തകരായ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇവിടെ ഏകപക്ഷീയമാണ്. ആരും ഒന്നും പറയുന്നു ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. നമ്മളെ കാര്യം ഇന്ന് ലോകത്തിൽ തന്നെ ഏകാധിപത്യ രാഷ്ട്രത്തിൽ പോലും ജനാധിപത്യം നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ ലീഗിൽ ഇപ്പോഴും ഏകാധിപത്യം നിലനിൽക്കുന്നു. അതിനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. കുറഞ്ഞ ആൾക്കാർ മാത്രം എടുക്കുന്ന തീരുമാനം അത് ഇനി എന്ത് തന്നെയായാലും, പാർട്ടിയിലേക്ക് ആളെ എടുക്കുന്നതായാലും പാർട്ടിയിലെ ആളെ സസ്പെൻഡ് ചെയ്യുന്നതായാലും പാർട്ടിക്ക് കിട്ടിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായാലും ഒരു വ്യവസ്ഥതയില്ലാത്ത രീതിയിലാണ് ഏകാധിപത്യ മനോഭാവത്തോടെ മുൻകാല ആൾക്കാരെ കൂടിയിട്ട് ഈ കമ്മിറ്റി നയിക്കുന്നത്. ഇതിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ ആൾക്കാരല്ല. ഞങ്ങൾ മഹാനായ മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെറ്റ് വിഭാവനം ചെയ്ത ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സാധാരണ പ്രവർത്തകരാണ്. ഇവിടെ ആരെയും ഭിന്നിച്ചു വരിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല. ഭിന്നിച്ചു നിൽക്കുന്നവരെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് ഒരു യഥാർത്ഥ ഇന്ത്യൻ നാഷണൽ ലീഗായി മുന്നോട്ട് പോകണം, എല്ലാവരെയും ഒന്നിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിൽ അവിടെ പോയത്. അതിന്റെ അവസരം തരാതിരുന്നതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. അതിന് ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഇതിനെ എങ്ങനെ നയിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ബാക്കി നേതാക്കളൊക്കെ വിശദീകരിക്കുന്നത് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രക്കാരൊക്കെ കണ്ടാണ്. ഇന്നലെ വിളിച്ചത് ജില്ലാ വർക്കിംഗ് കമ്മിറ്റിയാണ്. ജില്ലാ വർക്കിംഗ് കമ്മിറ്റിയിൽ 52 ആൾക്കാരുടെ അടുത്ത് 32 ആൾക്കാർ മാത്രമേ സന്നിധരായി. അതിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് നേരത്തെ ഞങ്ങൾ ആരെയും അറിയിച്ചിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഒരു ബാനർ നോക്കിക്കൊണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുകയും അതിന് ഉദ്ഘാടനം നിർവഹിക്കാൻ വിളിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെന്ന നിലക്ക് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ആവശ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഞങ്ങൾക്ക് സംസാരിച്ചതിന് കഴിഞ്ഞതിന് ശേഷം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിക്കോ, ഞങ്ങളതിനെ കുറച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം, ആ അവസരം നിഷേധിക്കുന്നത് നീതി നിശ്ചയമല്ലേ, അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ അനുയോജ്യമല്ല. പിന്നെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇന്നലെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ML അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തെ പറ്റി കുറെ സാമൂഹിക ദ്രോഹികളെന്ന് പറയാതെ പറയുക. അപ്പോൾ സാമൂഹിക ദ്രോഹികളല്ല, ഞങ്ങളൊക്കെ ഉത്തരവാദപ്പെട്ടവരാണ്. അതിപ്പോൾ എല്ലാവരും പേരും അത് പരിചയപ്പെടുത്തേണ്ടായിരുന്നു. പരിചയപ്പെടുത്താം. 4 സംസ്ഥാന കൗൺസിലർമാർ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നതിൽ ജില്ലാ ഭാരവാഹികളിലേക്ക് 2 ആൾക്കാർ, 3 സെക്രട്ടറിമാർ 3 ആൾക്കാർ. അപ്പോൾ ഈ ആൾക്കാർ സാമൂഹിക ദ്രോഹികളാണ്. ഇന്നലെ വരെ ഞങ്ങൾ ഒന്നിച്ചെന്ന് ഒരു മെയ്യോടുകൂടി പ്രവർത്തിച്ച സാമൂഹിക ദ്രോഹികളാണ്. എപ്പോഴും ഈ പാർട്ടിക്ക് താങ്ങായി നിന്നിരുന്ന കാസർഗോഡ് ജില്ല, പൊതുവെ ഒരു ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിച്ചിരുന്ന കാസർഗോഡ് ജില്ല ഗ്രൂപ്പിന്റെ വക്താക്കളായി മാറി. അതിന്റെ പരിണിതഫലമാണ് ഇന്നലെ അവിടെ കണ്ടത്. ഞങ്ങൾ ആരും ആൾക്കാരെ വെളിയിൽ നിന്ന് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഇറങ്ങി വരാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ? ആ സ്വാതന്ത്ര്യം ഞങ്ങൾ ഇറങ്ങി വന്നതേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ള അവസരം നിശ്ചയിച്ച പിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. അത് ഞങ്ങൾ ഇന്നലെ ചെയ്തു. അതിനപ്പുറം ഞങ്ങൾ അക്രമത്തിനോ
ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അസീറ്റ് പോയ നേരെ വന്നു. നല്ല 10 ആൾക്കാരൊക്കെ ഉണ്ടായതാണ്. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, ഇന്നലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയിൽ ആദ്യം തന്നെ ചെറിയൊരു തിരുത്തൽ. ഇന്ത്യൻ നാഷണൽ ലീഗ് കാസർഗോഡ് ജില്ലയിൽ ഒരു വിഭാഗത്തിന്റെ കൂടെയും ഇല്ല എന്ന് അപ്രസക്തമായിട്ട് ഇതിനു മുമ്പും ഈ നിമിഷം ഞങ്ങൾ പറയുകയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ഉള്ളിലാക്കണം, ഏതെങ്കിലും നേതാവിനെ പുറത്താക്കണം എന്നുള്ളതല്ല ഈ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രവർത്തകരുടെയും വികാരം. അവരുടെ പ്രതിനിധികളായിട്ടാണ് ഈ കേരളത്തിലെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ ഈ സമയത്ത് കാണുന്നത്. ആദ്യം തന്നെ വളരെ വിഷമത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളതെന്നാണ് പറയാനുള്ളത്. കാരണം പാർട്ടിയുടെ കാര്യം തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കേണ്ടത് ഔദ്യോഗിക വേദികളിലാണ്. പക്ഷേ ഇന്നലെ നടന്ന വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ 44ഓളം ആളുകൾ പങ്കെടുക്കേണ്ട മീറ്റിംഗിൽ കേവലം 26ഓളം ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. അവിടെ വളരെ ജനാധിപത്യമായ രീതിയിൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ട് എന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ, ഈ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും, ഇവിടെ ഇപ്പോ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ പ്രസിഡന്റ്, കാസർഗോഡ് മണ്ഡലത്തിന്റെ പ്രസിഡന്റ്, ഉദുമ മണ്ഡലത്തിന്റെ സെക്രട്ടറി, കാസർഗോഡ് ജില്ലയുടെ ഭാരവാഹികളിലെ 3 സെക്രട്ടറിമാർ എല്ലാവരും ഈ ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആരും ഓടിളക്കി വന്നവരല്ല. ഇന്ത്യൻ നാഷണൽ ലീഗിനെ കഴിഞ്ഞ 27 വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഒരുപാട് പ്രവർത്തകരുടെ വിയർപ്പാണ് ഈ പാർട്ടി. അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരുടെ ശബ്ദമായി മാറാൻ ആണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഇന്നലെ പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ എഴുന്നേറ്റ് നിന്നപ്പോൾ, നിങ്ങൾ ഇവിടെ ഒന്നും പറയേണ്ടതില്ല, നിങ്ങൾ പറയേണ്ടത് കേൾക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ കേവലം ഒരു സംസ്ഥാന ഭാരവാഹിയെ മാത്രമല്ല, ഈ സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുത്ത ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരുടെ വാക്കുകളാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന വാദം, ജില്ലയിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തണം. കാസർഗോഡ് ജില്ല ഒറ്റക്കെട്ടാണ്, അതിൽ യാതൊരുവിധ തരത്തിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഇല്ല. പക്ഷേ ഈ സംസ്ഥാന തലത്തിൽ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ഇരുപക്ഷമായി നടന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി ഭാരവാഹി മീറ്റിംഗ് നടന്നപ്പോ 8ഓളം ആളുകൾ പങ്കെടുത്ത മീറ്റിംഗിൽ 4 ആളുകൾ പറഞ്ഞ ഐക്യകണ്ഠന പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. അതായത് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു വിശാലമായ ജനാധിപത്യ ബോഡി, ഈ പാർട്ടിയെ ഇന്ന് പറയുന്ന ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആക്കിയ ജനാധിപത്യ ബോഡിയുണ്ട്. ആ ബോഡി കൂടി നമുക്ക് ചർച്ച ചെയ്യാം, ഈ പ്രശ്നത്തിൽ എങ്ങനെയാണ് നമുക്ക് പരിഹാരം ഉണ്ടാക്കുക. ഒരൊറ്റ അണിയെയും പുറത്തു പോകാത്ത രീതിയിൽ മഹാനായ മെഹബൂബെ മില്ലത്തിന്റെ ആദർശത്തെ പിൻപറ്റി ഒരു മുന്നണി ബന്ധമില്ലാതെ കഴിഞ്ഞ 27 വർഷം ഇടതുപക്ഷ ജനാധിപത്യം മൂലമുയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ പൊരുതിയ ആയിരക്കണക്കിനുള്ള പ്രവർത്തകരുണ്ട്. അവരുടെ ചോരയും വിയർപ്പുമാണ് ഈ പാർട്ടി. അവരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതുകൊണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു വിശാലമായ വർക്കിംഗ് കമ്മിറ്റി കൂടി മെമ്പർഷിപ്പ് എങ്ങനെ കൊടുക്കാം എന്ന് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഭാരവാഹികളുടെ മീറ്റിംഗ് പിരിഞ്ഞത്. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ സംവിധാനങ്ങളെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് ഏകാധിപത്യമായ രീതിയിൽ മെമ്പർഷിപ്പുമായി മുന്നോട്ട് പോകാനുള്ള സംവിധാനമായിരുന്നു ജില്ലയിൽ കണ്ടിരുന്നത്. അങ്ങനെ വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും പാർട്ടിക്ക് ഒരു പോറ പോലും ഏൽക്കാൻ പാടില്ല എന്ന് ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടാണ് ആ മീറ്റിംഗിലേക്ക് പോയത്. അവിടെയും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏതൊരു പോരിന്റെയും അവകാശമല്ല. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. അത് കേട്ടതിന് ശേഷം തീരുമാനമാകും. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും അടങ്ങുന്ന ബോഡി അത് കേൾക്കാൻ തയ്യാറായില്ല എന്നതായിരുന്നു വാസ്തവം. ഇവിടെ ഇന്നലെ നേരത്തോട് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പാർട്ടിയുടെ വിമതന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ ഗ്രൂപ്പുകളല്ല എന്ന് അടിവരയിട്ട് എന്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് ഞാൻ പറയുകയാണ്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ടുള്ള ഒരു ന്യായം എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് കൊടുക്കണം. അത് താഴെ തട്ടിലുള്ള എല്ലാ ബോഡികളും, കൗൺസിലും അതുപോലെ തന്നെ പ്രവർത്തക സമിതിയും മണ്ഡലം കൗൺസിലും എല്ലാം വിളിച്ച് എല്ലാ പ്രവർത്തകരുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരെയും കൂടി പരിഗണനയെടുത്തുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ശക്തിയായി മാറാൻ പോകുന്ന ഇന്ത്യൻ നാഷണൽ ലീഗിന് മുന്നോട്ടുള്ള ഗമനത്തിൽ ഒരു വലിയ പ്രചോദനമാകാൻ ഇതിനു മുമ്പ് കാസർഗോഡ് ജില്ലയിലെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇരു വിഭാഗത്തിനോടൊപ്പം നിൽക്കാതെ ആ ഒരു നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിലവിൽ ഉള്ള ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, മാനസികമായി കഴിയില്ല. സേട്ടു സാഹിബിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇന്നലെ നടന്ന വർക്കിംഗ് കമ്മിറ്റിയിൽ 10ഓളം ആളുകൾ ഇറങ്ങി വന്നത്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഐക്യത്തോടു കൂടി
പ്രവർത്തകരെ ചേർത്ത് പിടിച്ച് പാർട്ടിയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് ഒരു മെമ്പർഷിപ്പുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാം. ഈ വിഷയത്തിൽ എനിക്ക് പറഞ്ഞ യുവജന വിഭാഗം ജില്ലാ ട്രഷറർ കൂടിയാണ്. അപ്പൊ ഇന്നലെ അവർ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് ഞാൻ പങ്കെടുക്കാൻ പോയിരുന്നു. സ്വാഭാവികമായി ഞാൻ INL ജില്ലാ കൗൺസിൽ അംഗം കൂടിയാണ്. അപ്പൊ ആ യോഗത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജില്ലാ പ്രസിഡന്റും ആളുകളും ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് വളരെ വ്യക്തതയോട് ഒരു അജണ്ട തയ്യാറാക്കിയത്. എന്തുകൊണ്ട് ഞാൻ പങ്കെടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോഴോട് പറഞ്ഞു, നീ ജില്ലാ കമ്മിറ്റി മെമ്പർ അല്ല. ഞാൻ പറഞ്ഞു മീറ്റ്സ് ബുക്ക് കാണിക്കണം, നിങ്ങൾ അല്ലാതുണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. അപ്പൊ അവരോട് പറഞ്ഞു മീറ്റ്സ് ബുക്ക് നോക്കേണ്ട ആവശ്യമില്ല, മൊബൈലിൽ അതിന്റെ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മീറ്റ്സ് ബുക്ക് നിങ്ങൾ യോഗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ കോപ്പി കാണിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ലല്ലോ. ഇങ്ങനെ ഒരു ഒളിച്ചു കളിച്ചിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് വിതരണം പൂർത്തിയാക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചു. എന്നാൽ നിർബന്ധപൂർവ്വം ഞാൻ മിനിറ്റ്സ് പരിശോധിച്ചപ്പോൾ മിനിറ്റ്സിൽ ഞാൻ ജില്ലാ കൗൺസിൽ അംഗമാണ്. പക്ഷെ ജില്ലാ കൗൺസിൽ അംഗമാണ്, ഞാൻ ജില്ലയിലെ 2 പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. എന്നാൽ ഇന്നലെ ഞാൻ പങ്കെടുത്തതായിട്ടുള്ള യാതൊരു തെളിവും മിനിറ്റ്സ് ബുക്കിൽ ബാക്കിയില്ല. അവരത് അപ്രത്യക്ഷമാക്കിയിട്ടുണ്ട്. ഞാനിത് ചോദ്യം ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് വിശദീകരിച്ചിട്ട് ഇതിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ജില്ലാ പ്രസിഡന്റ് പറയാണ് തൽക്കാലം ഈ വേദിയിൽ പുറത്തു പോകണം, നമുക്ക് പിന്നെ ആലോചിക്കാം. ഞാൻ പറയുന്നത് പുറത്തു പോകാനും ഞാൻ നിങ്ങൾ ഏതെങ്കിലും മക്കളുടെ കല്യാണത്തിന് ക്ഷണിക്കാതെ വന്ന ഒരു അതിഥിയല്ല. എന്റെ പാർട്ടിയുടെ ഒരു ജില്ലാ ഒരു ബോഡി നടക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വേദിയിൽ പുറത്തു പോകാൻ ഞാൻ തയ്യാറാവില്ല. എങ്ങനെ ഏതായാലും സുതാര്യമായിട്ട് നടക്കട്ടെ എന്ന രീതിയിൽ കൂടുതൽ നിർവാക്കാത്തിൽ നമ്മൾ മാറിയിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ആ മെമ്പറാണല്ലേ, പക്ഷെ എന്നെ മനഃപൂർവ്വം ഒതുക്കി വെച്ചതാണ്. അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ളത്, ഞങ്ങൾ ഒരു പക്ഷത്തിന്റെ ആളല്ല. ഇപ്പൊ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വലിയ വീമ്പിളക്കി പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന് സാമൂഹ്യ തൊഴിലുകൾ, സ്വന്തം സഹപ്രവർത്തകരെ തിരിച്ചറിയാൻ പറ്റാത്ത നേതാവാണ് പറഞ്ഞത്. അറിയില്ല ഞങ്ങൾ ആരാണെന്ന്. ഈ യോഗത്തിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട MK ആര്യസാഹിബിനെ പോലത്തെ ആളുകൾക്ക് സാമൂഹ്യ തൊഴിലുകളാണ്. ഇതാണല്ലോ നേതാവിന്റെ ക്വാളിറ്റി. ഇങ്ങനെയാണ് അവര് സഹപ്രവർത്തകന്മാരെ കുറിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടത്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ വഹാബ് പക്ഷത്തിന്റെ ആളുകളാണ് എന്ന് അവർ സ്ഥാപിക്കാൻ തയ്യാറാവുകയാണ്. എന്തിന്? അവരുടെ പക്ഷത്ത് നിൽക്കുന്ന പ്രവർത്തകന്മാരെ അവർക്ക് അനുകൂലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഞാൻ അവസാനമായിട്ട് പറയുന്നു, വഹാബ് വിഭാഗത്തിന്റെ ആളുകളായിരുന്നുവെങ്കിൽ വഹാബ് വിഭാഗം കേരളത്തിന്റെ 13 ജില്ലകളിലും സമാന്തര കമ്മ്യൂണിറ്റിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. അങ്ങനെയായിരുന്നെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഈ മെമ്പർഷിപ്പ് വിതരണവുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ വഹാബിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നാഷണൽ യൂത്ത് ലീഗിന്റെയും INLന്റെയും ജില്ലാ കമ്മിറ്റി സ്ഥാപിതമാകുമായിരുന്നു. എന്തേ ഞങ്ങൾ നേതൃത്വം കൊടുത്തില്ല? ഇവരെക്കാളും ക്വാളിറ്റിയും സംഘടനാ സംവിധാന ബോധമുള്ള പ്രവർത്തകരാണ് ഞങ്ങൾ. ഈ പാർട്ടി ആദ്യ കാലം മുതൽ തെരുവിൽ കിടന്ന് വളർത്തിയതാണ് ഞങ്ങൾ ഈ പാർട്ടിയെ. ഇന്നലെ ഇതിന്റെ തലപ്പത്തേക്ക് ഒരു നേതാക്കന്മാരായി എത്തിയത്. അതുകൊണ്ട് വഹാബിന്റെ അച്ചാരം വാങ്ങിയിട്ട് പാർട്ടിയെ പിളർത്താൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ. വഹാബിന്റെ പേര് പറഞ്ഞിട്ട് പാർട്ടിയെ പിളർത്തിയിട്ട് ഒരു വ്യവസായ കോർപ്പറേറ്റ് കമ്പനിയാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചിലർ ശ്രമിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ തെരുവിൽ കിടന്ന് വളർന്നാണ് 5 പേരിൽ നിന്ന് ഈ കാണുന്ന 5000-ഓളം ആളുകളിലേക്ക് INL എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ധർമ്മയുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാവുകയാണ്. മഹാനായ മെഹബൂബ് മില്ലത്തിന്റെ പ്രസ്ഥാനത്തെ ഇരുവിഭാഗങ്ങളും സ്വയം ആദ്യം ഇവർ വഹാബിഭാഗത്തിലെ വിമതന്മാരെന്ന് വിശേഷിപ്പിച്ചു. പക്ഷെ ഇപ്പോ സ്വയം വിമതന്മാരായി കഴിഞ്ഞു. കാരണം നേരത്തെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഒരു സുതാര്യമായിരുന്നില്ല. പ്രവർത്തകരോട് അഭിപ്രായം തേടിയില്ല. ഒരു അഭിപ്രായം തേടാതെ ഒരു കൗൺസിലും ചർച്ച ചെയ്യാതെ പെട്ടെന്നൊരു മെമ്പർഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു വിഭാഗത്തിന്റെ മെമ്പർഷിപ്പാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ വിഭാഗത്തോടൊപ്പം ഞങ്ങളില്ല. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്. പ്രസ് റിലീസിൽ ഞങ്ങളുടെ ഭാരവാഹിത്വത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ വിഭാഗം മുമ്പോട്ട് വെക്കുന്ന മഹാവിഭാഗത്തോടൊപ്പം കാസി വിഭാഗത്തോടൊപ്പം ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയുടെ വിമതന്മാരാണ്. യഥാർത്ഥ പാർട്ടി പ്രവർത്തകരായിട്ട് ഞങ്ങൾ നിലകൊള്ളുക തന്നെ ചെയ്യും. ഭാവി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ ആലോചിക്കും. ഔദ്യോഗികമായി പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ തിരുത്തണം. ഔദ്യോഗികമായി അതെ, ഞങ്ങളിൽ പെട്ട ആരെങ്കിലും നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായി നിങ്ങളുടെ വാർത്താ സമ്മേളനം വിളിച്ച് ഔദ്യോഗിക വേദിയിൽ നിങ്ങളെ തിരുത്തുന്നു. ഞങ്ങൾ ഒരു വിഭാഗത്തിന്റെയും ആളുകളല്ല. സേവ് INL, ഇന്ത്യ INL രക്ഷിക്കുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ക്യാമ്പയിൻ. INL ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം, ലക്ഷ്യം. അത് തീർച്ചയായിട്ടും ആരാണ് നിങ്ങൾക്ക് ബൈക്ക് തന്നിട്ടുള്ളത് അവരോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാനാണ് വിഷയം. ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അവരുടെ പക്ഷത്തിൽ ആൾക്കാർ കയറി പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അതൊരു ഔദ്യോഗിക പ്രസ് മീറ്റ് അല്ല. കേരള ഔദ്യോഗിക പ്രസ് മീറ്റ്
മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഔദ്യോഗികമായി വേദിയിൽ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഒരു വിഭാഗത്തിന്റെയും ആളുകളല്ല. ഔദ്യോഗിക പത്രസമ്മേളനത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടോ? ഇല്ല. ഞാനാണ് സമ്മതിക്കുന്നത്. കാരണം ഏത് പക്ഷവും ഉപയോഗിച്ച വാക്ക് തിരുത്തണം എന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ തീർച്ചയായിട്ടും ഒരു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇന്നലെ ഉണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാ ഇവിടെ തിരുത്തു നോക്കും. ഈ തിരുത്തൽ വാർത്ത പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. കേരളത്തില് മെമ്പർഷിപ്പ് ക്യാമ്പയിന് എല്ലാ ജില്ലകളിലും പൂർത്തിയായില്ലേ? അല്ലെങ്കിൽ നേരത്തെ നടന്നു വരുന്നില്ലേ? കാസർഗോഡ് ഇല്ല, എല്ലാ ജില്ലകളിലെയും വിഭാഗങ്ങളിൽ പൂർത്തിയായി എന്ന് പറയുന്നത് വിഷയം. കാസർഗോഡ് ജില്ലയിൽ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന് കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ നടക്കുന്നില്ല. രമ്യമായ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമം പരമാവധി ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. ശ്രമത്തിന് നിങ്ങൾ തയ്യാറല്ല. സംഘടനയുടെ ഏറ്റവും വലിയ ബോഡി പിന്നെ കൗൺസിലാണ്. ആ കൗൺസിൽ വിളിച്ചു കൂട്ടാൻ അവർ തയ്യാറായി. പിന്നെ ജനാധിപത്യ സംവിധാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. ആ ഒരൊറ്റ പോയിന്റാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെയല്ല, നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് INL സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്. കേരളത്തിലെ 13 ജില്ലയിലും ഈ പറഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഒരു മാസത്തിലധികമായി ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരാൾ പോലും ഈ രൂപത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ സേവ് ഫോറത്തിന്റെ ആളുകളൊന്നും തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളുമായി കാസർഗോഡ് മാത്രമാണ് അവർ ഇനിയുള്ള ജില്ലകളിലും വരുമാനിക്കാൻ സ്വാഭാവിക നടന്നു. ഇപ്പോഴും ഏകപക്ഷീയമായിട്ട് അവിടെ നടക്കുന്നില്ല. ഗ്രൂപ്പ് മെമ്പർഷിപ്പാണ് അവിടെ വിതരണം ചെയ്യുന്നത്. ഇന്റർനാഷണൽ വിതരണം ചെയ്യുന്നില്ല. അതിന് സെലക്ട് ചെയ്തിട്ടുള്ള 14 ജില്ലയുടെ ചുമതല കൊടുത്തിട്ടുള്ള ആൾക്കാർ ചോദിച്ചാൽ INL പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ 4 or 3 ആൾക്കാരെ ഉള്ളൂ. ഗ്രൂപ്പിന്റെ വിവാഹക്കാരെ അടിച്ചു കയറ്റിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതിപ്പോ അവര് ഫോട്ടോ എടുത്തിടുന്നത് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കൊടുക്കുന്നത്. അവരെ കുറച്ച് ആൾക്കാർ നിർത്തി ഒരു മെമ്പർഷിപ്പ് കൊടുത്ത് ഫോട്ടോ എടുത്തിടുകയാണ്. എവിടെയും വ്യാപകമായിട്ട് മെമ്പർഷിപ്പ് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതിന് മറ്റുള്ളവർ ഇതുപോലെ നമ്മളെപ്പോലെ മുന്നോട്ട് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ ജില്ലകളിലും ഉണ്ട്. നിങ്ങളിപ്പോ തുടക്കത്തിൽ പറഞ്ഞു ഇന്നലെ നടന്ന പരിപാടി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്, മെമ്പർഷിപ്പിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത്. മാധ്യമ പ്രവർത്തകരായ ഞങ്ങളടക്കം അതിന്റെ പോസ്റ്റർ വാട്സാപ്പിൽ ഷെയർ ആവുന്ന പോസ്റ്ററുകൾ വ്യാപകമാണ്. വളരെ കൃത്യമായി പറഞ്ഞു. ജനാധിപത്യ രീതി ഞങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അറിയാറില്ല. ജനാധിപത്യമായ രീതിയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പം നിലവിൽ ഞങ്ങൾ ഈ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ഉത്തരവാദപ്പെട്ട സാഹചര്യക്കുന്ന ഭാരവാഹികളാണ്. ഞങ്ങൾക്ക് കൾച്ചർ ഫോമായിട്ട് പോകണം. ഞങ്ങൾ ഇതിന് പക്ഷവും വിക്ഷോഭമില്ല. ഞങ്ങൾ നിങ്ങൾ ഒരേ കാലം എടുത്തവർക്ക് പുറത്തുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ പോയാൽ അയ്യുന്നതിന്റെ ഭാവി എന്തായിരുന്നു? ഈ ഭാവിയെ കുറിച്ച് വ്യാപനപ്പെടുന്ന ആളുകൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിസുരക്ഷിതമായി പഴയ കാലത്തിനേക്കാൾ ഒരു ഇത്തിരി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇങ്ങനെയുള്ള ഒരു അർത്ഥം ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇതിന് വിഭിന്നമായി നിൽക്കുന്നവൻ എത്ര ഉന്നതനായാലും എന്ത് ലീഡറായാലും അവൻ പാർട്ടിക്ക് വെളിയിലായിരിക്കും. അത് 2 പക്ഷത്തിനായാലും. ഞങ്ങൾ LDFന്റെ കൂടെ മുന്നിലിരുന്നതിനേക്കാൾ നല്ലൊരു കാലാവസ്ഥയാണ് INL വളരാൻ പറ്റിയ ഒരു കാലാവസ്ഥയിലാണ് INL ഉള്ളത്. ഈ തെറ്റിക്കളിക്കുന്നവരെ മുഴുവൻ തട്ടി നീക്കിക്കൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന ഈ പ്രസ്ഥാനത്തെ സെക്കൻഡ് ആദർശത്തോടുകൂടി ഒരു പെട്ടി മുൻപോട്ട് ഇനി കൊണ്ടുപോകും. ഇതിനൊരു ഫോർമൽ ഏൽക്കുകയില്ല. ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം. പുതിയ കമ്മിറ്റി രൂപീകരിക്കാനാണ്. ഇന്ത്യ കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ ഭാരവാഹികളല്ലേ? ഉള്ള കമ്മിറ്റി പിരിഞ്ഞു പോയില്ലേ? ഇല്ല. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഭാരവാഹികൾ തന്നെയല്ലേ? ഞങ്ങൾ അതിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളൂ. ഞങ്ങൾ പറയുന്നത് എന്താ, ഒരു പരമോന്നത പീഠം എന്ന് പറയുന്നത് ജില്ലാ കൗൺസിൽ. ആ കൗൺസിൽ വിളിച്ചു ചേർത്തിട്ട് അഭിപ്രായം തരണം.
എന്നിട്ട് വേണ്ട തീരുമാനിക്കും. പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരുക, ഞങ്ങളവിടെ എത്തിച്ചേരുമ്പോഴേക്ക് പെട്ടെന്ന് കാണുന്ന വേണ്ട മെമ്പർഷിപ്പ് പിന്തുണ ക്യാമ്പയിൻ അങ്ങനെയാണോ സുതാര്യമായിട്ട് നടത്തേണ്ടത്? എന്തിനാ സ്വകാര്യമായിട്ട് നടത്തുന്നത്? മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നിർത്തിവെക്കാനുള്ള സംവിധാനം ഉണ്ടാവും. പിന്നെ ഒരു മധ്യസ്ഥ നടത്തുന്നു, മധ്യസ്ഥ ശ്രമം നടത്തുന്നു. അല്ല, ഞാൻ പറയുന്നത് AP ഉസ്താദിന്റെ മകൻ അസൈനിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നത്. ആ ചർച്ച ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയില്ല. ഇരു വിഭാഗങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെമ്പർഷിപ്പിന്റെ ക്യാമ്പയിനോ നടത്തിക്കോ. അതുവരെ നമ്മുടെ പ്രവർത്തകരുടെ ഒരു ഭിന്നത ഉണ്ടാക്കണ്ട എന്നുള്ളതായിരുന്നു ഞങ്ങൾ. കാരണം നാളെ യോജിച്ചാൽ രണ്ട് വിഭാഗമല്ല ഒന്നിച്ചു കഴിഞ്ഞാൽ പരസ്പരം ഒന്നിച്ച് പോകേണ്ടവരല്ലേ. അപ്പൊ ആ ഒരു സ്പർദ്ധ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ. നിങ്ങളെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിളിച്ചില്ലേ? അപ്പൊ അതിന് ഞങ്ങൾക്ക് സംസാരിക്കേണ്ട അവസരം ഒന്നുമില്ല. ആ അവസരം നടക്കുന്നുണ്ടല്ലോ. അതിന്റെ പരിസമാപ്തി ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന നേതാക്കന്മാരടക്കം മാധ്യമങ്ങൾ പറഞ്ഞ എന്താ, ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നുണ്ട്. പാർട്ടി ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ ചർച്ചകൾ പുരോഗമിച്ചു, തീരുമാനങ്ങൾ വെളിപ്പെടുത്തി പ്രവർത്തകരോട്. ചർച്ചകൾ അവസാനിപ്പിച്ചു, മഹാവിഭാഗം പാർട്ടിക്ക് പുറത്തല്ല, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയാണ് എന്നൊരു തീരുമാനം ക്ലാരിഫൈ ചെയ്യാതെയാണല്ലോ ഇവർ മെമ്പർഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അറിയണ്ടേ? ഞങ്ങൾക്ക് പറയാനുള്ള വേദി ഏതാ? ഞങ്ങളുടെ വേദി എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ കിട്ടുന്നത് ജില്ലാ കൗൺസിലാണ്. ആ കൗൺസിൽ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് 2-4 മാസം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അല്ലെ? നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പാർട്ടിക്കകത്ത് കലാപങ്ങൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക നീതിമായ പ്രശ്നങ്ങളുടെ വിഷയങ്ങൾ ഒരുപാട് പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്. അങ്ങനെ ഒരുപാട് കലാപങ്ങൾ പാർട്ടിക്കകത്ത്. പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യാൻ പോലും ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്തില്ല. അതിനുശേഷം ഇപ്പോ ഈ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായ വലിയൊരു വിഭാഗീയ പ്രശ്നം, ഇത് പരിഹരിക്കാൻ ജില്ലാ കമ്മിറ്റി ചേർന്നില്ല. അതിനുശേഷമാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രഖ്യാപിക്കുന്നത്. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഞങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത അവർക്കില്ലേ? അപ്പോൾ സുതാര്യമായിട്ട് നടത്തേണ്ട മെമ്പർഷിപ്പ് എന്തിനാണ് ഒരു രഹസ്യ സ്വഭാവം ഇതിലേക്ക് വലിച്ചിടുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ INL വിഭാഗ 2 ഗ്രൂപ്പുകൾ സംസ്ഥാന കമ്മിറ്റിയിലാണ്. അഖിലേന്ത്യാ നേതൃത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നത്? അഖിലേന്ത്യാ നേതൃത്വത്തെയും അഖിലേന്ത്യാ നേതാക്കളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. അഖിലേന്ത്യാ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് പാർട്ടിക്കും ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പറ്റാത്ത ചില തീരുമാനങ്ങൾ എടുക്കുന്നത് അത് അഖിലേന്ത്യയുടെ ഏത് നേതാക്കളായാലും നമ്മളതിനെ അല്ല, അഖിലേന്ത്യാ നേതാവ്, അഖിലേന്ത്യാ പ്രസിഡന്റ് കൃത്യമായി അപ്പൊ അഖിലേന്ത്യാ പ്രസിഡന്റ് അംഗീകരിക്കുന്നില്ല. അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾ നമുക്കൊക്കെ യോജിക്കുന്ന ഒരു തീരുമാനം. ഇന്നലെ വരെ ഞങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ കീഴിലുണ്ടായതല്ലേ? എന്നല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം ഒരു കോൺഫറൻസ് നടത്തുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമ. ഇന്നലെ വരെ അത് നടന്നിരുന്നു. അസൈൻ കേരള മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറിയാണ് അസൈൻ. ഈ മന്ത്രിസ്ഥാനം പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചർച്ചകളുടെ നേരെ മന്ത്രിയുടെ വസതിയിലേക്ക് പോവുകയും സെന്റ് ഹൗസിലേക്ക് പോകും 1.5 മണിക്കൂറോളം ചർച്ച നടത്തുകയും ചെയ്തു. ആ ചർച്ച നടത്തിയല്ലോ, അത് വാക്കിന്റെ ഭാഗത്തുണ്ടായതല്ലേ? ഇന്റർനാഷണൽ ലീഗ് പാർട്ടിയിലെ 95% പ്രവർത്തകരും ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിലും ഇരു നേതാക്കളും കൂടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുമ്പത്തെക്കാളും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നവരാണ് 95% സാധാരണക്കാരായ പ്രവർത്തകർ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അവരുടെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്.